കണ്ടിട്ട് ഞാൻ ഇടുന്ന ഡ്രസ്സ് കണ്ടിട്ട് അതിനെ ജഡ്ജ് ചെയ്യുന്ന എന്തിനാണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. അതെനിക്ക് മനസ്സിലാക്കാനേ പറ്റുന്നില്ല എന്തുകൊണ്ടാണെന്ന്. അപ്പൊ മുഹമ്മദ് കായിസിന്റെ അക്കൗണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സീമാവിനിതിന്റെ കല്യാണം, സീമാവിനിതിനെ ആക്രമിച്ച് കരയുന്ന വീഡിയോ, ഇപ്പൊ എന്റെയും ആ സീമാവിനിതിന്റെ ഇഷ്യൂസ് എല്ലാം ഈ പറയുന്ന മുഹമ്മദ് കായിസ് ഇട്ടിട്ടുണ്ട്, എല്ലാ കണ്ടന്റും. അപ്പൊ ഞാൻ മുഹമ്മദ് കായിസിനോട് പോയി പറഞ്ഞ ഇത്രമാത്രമാണ്, കായിസേ ഇത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് മുന്നേ പറഞ്ഞു. അപ്പൊ അയാൾ ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് വിട്ടൊരു മെസ്സേജാണ്, മെസ്സേജ് വിട്ടിരിക്കുവാണ്. താങ്ക് ഫോർ ഷെയറിങ് യുവർ ഒപ്പീനിയൻ. ഇതിനെക്കുറിച്ച് ഇനി സംസാരിക്കേണ്ടി വന്നാൽ ഞാനിത് സൂചിപ്പിച്ചേക്കാണ്. ഇയാള് സീമാവിനിയുടെ കല്യാണം, കൊച്ചിന്റെ ഊണ്, കരയുന്നത്, എല്ലാ മൂവ്മെന്റും, അതിനകത്ത് ജാസീനെ പറ്റിയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്, എല്ലാ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നെ പറ്റിയിട്ട് ഇങ്ങനെ ഇത്ര മോശമായിട്ടൊരു വീഡിയോ ചെയ്ത് അയാളുടെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്. അയാൾ എന്തുകൊണ്ട് തിരുത്തുന്നില്ല? പൈസ ഉണ്ടാക്കാനുള്ള മാർഗങ്ങളെല്ലാം ചെയ്തു വെച്ചു. അയാളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് പറ്റി. ഇത്രത്തോളം സോഷ്യൽ മീഡിയ കാണുന്ന ഒരു അക്കൗണ്ടിൽ, ഇത്രത്തോളം റീച്ച് കിട്ടിയ ഒരു അക്കൗണ്ടിൽ അയാൾ ഒരു കാര്യം ചെയ്തിരിക്കുവാണ്. അത് അയാൾ എന്തുകൊണ്ട് തിരുത്തുന്നില്ല? ഞാൻ അത് അയാൾക്ക് ഇന്നും മെസ്സേജ് ചെയ്ത് പറഞ്ഞു, നിങ്ങൾ അതൊന്ന് തിരുത്തുക, ഒന്നെങ്കിൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുക, അല്ലെന്നിട്ട് നിങ്ങൾ തിരുത്തുക എന്ന് പറഞ്ഞിട്ട് അയാൾ ഒരു രീതിയിലും തിരുത്തില്ല. അയാൾ എനിക്ക് ഒരു കോള് പോലും വിളിച്ചെടുക്കത്തില്ല. അയാളോട് സംസാരിച്ചിരുന്ന് അയാളോട് കൊഞ്ചാനൊന്നുമല്ല, ഇത് തിരുത്തണമെന്ന് പറഞ്ഞിട്ട് അയാൾ കേൾക്കുന്നില്ല. ഞാൻ വിട്ട മെസ്സേജാണിത്, അയാൾ വിട്ടത് കാണാൻ പറ്റും.